ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൗമാര പ്രതിഭകളെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഒരുങ്ങി. സ്കൂൾ കലോത്സവത്തിനെത്തിയ ആദ്യ ടീമിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാനും സലീം മാലിക്കും ചേരുന്നുണ്ട്. ആദ്യം ഷഹദിലേക്കാണ്. ഷഹദ്, ഈ ടീമുകൾ എത്തിത്തുടങ്ങി, പാചകപ്പുര ഉണർന്നു, ഇനി വേദികൾ ഉണരേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? ഈ കുട്ടികളുടെയൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഗൂഗിൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വേദി 1-ലാണ്. പ്രധാനപ്പെട്ട വേദിയാണ്. MT വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം ഈ വേദിയാണ് പ്രധാന വേദിയായിട്ട് ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വേദിയിലായിരിക്കും പ്രധാനപ്പെട്ട എല്ലാ മത്സരങ്ങളും നടക്കാൻ പോവുക. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കലവറ ഉണർന്നു, മത്സരാർത്ഥികൾ ആദ്യ ടീം ഇവിടെ എത്തിത്തുടങ്ങി. ഏകദേശം ഇവിടുത്തെ എല്ലാ പരിപാടികളും പൂർത്തിയായി. ഇനി അല്ലറ ചില്ലറ മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ആ പണികളും അല്പസമയത്തിനകം പൂർത്തിയാകും എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഈ പ്രധാനപ്പെട്ട വേദിയിൽ ഇവിടെ ഈ റിഹേഴ്സൽ നടക്കാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം, ഓപ്പണിംഗ് ഡാൻസ് അല്ലെങ്കിൽ ഇന്ന് ആദ്യത്തെ നൃത്തം ഇവിടെ പ്രാക്ടീസ് അല്പസമയത്തിനകം ആരംഭിക്കും. അണിയറയിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ തയ്യാറെടുക്കുകയാണ്. കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത്തവണ ആദ്യം തന്നെ ഈ വേദി ഉണരുമ്പോൾ ആദ്യം നൃത്തവുമായിട്ട് എത്തുക എന്നുള്ളതാണ്. പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, കസേരകളൊക്കെ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ തയ്യാറാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളും വലിയ രീതിയിൽ ഇവിടേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റുരയ്ക്കാൻ പോവുക. ഏകദേശം 15,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ ഒരു ദിവസം ഇവിടെ മാറ്റുരയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അവരെല്ലാവരും തന്നെ സെറ്റാണ്. ആദ്യ ടീമും എത്തിക്കഴിഞ്ഞു. പാചകപ്പുര, നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാചകപ്പുരയും ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി മുതലുള്ള ഭക്ഷണം പഴയടം മോഹന നമ്പൂതിരി നമുക്ക് എല്ലാവർക്കും നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു ഇന്ന് രാവിലെ നടന്നിട്ടുണ്ടായിരുന്ന പാചകപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ എല്ലാ രീതിയിലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ അനന്തപുരിയിലേക്ക് നൃത്തം അവതരിപ്പിക്കാനും അതുപോലെ തന്നെ സംഗീതം അവതരിപ്പിക്കാനും കഥാരചനയും കവിതാരചനയും ഒക്കെ അവതരിപ്പിക്കാനും എഴുതാനും പാടാനും ഒക്കെ ആയിട്ട് മത്സരാർത്ഥികൾ ഇനിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മതി. അനന്തപുരി എല്ലാ അർത്ഥത്തിലും തയ്യാറാണ്. ഗൂഗിൾ.